ഗുഡ് ഈവനിങ്. നാച്ചുറൽ മാറ്റേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ്. ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നേരെ ക്ലാസ്സിലോട്ട് ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി ആയിട്ടുള്ള ക്ലാസ്സിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും സ്കോപ്പിനെ കുറിച്ചും ഒക്കെയാണ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ തുടർച്ചയാണ് പറയുന്നത്. The industrial development and intensive agriculture that provides the goods for our increasingly consumer-oriented society uses up large amounts of natural resources such as water, minerals, petroleum products, wood, etc. അതായത് നമ്മുടെ വ്യാവസായിക പുരോഗതി, അതായത് ഇന്നത്തെ ആ വ്യാവസായിക വളർച്ച, അതുപോലെ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ, ആ തരത്തിലുള്ള അഗ്രികൾച്ചർ സിസ്റ്റം, അതിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഉപഭോക്തൃ സംസ്കാരത്തിലുള്ള സമൂഹമാണ്. അതിൻ്റെ ഒരു സ്വഭാവം, ആ രീതിയിലുള്ള വ്യാവസായിക വളർച്ചയായാലും ആ രീതിയിലുള്ള കൃഷിരീതികളായാലും അവരുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സൊസൈറ്റി യൂസസ് എ ലാർജ് എമൗണ്ട് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് വാട്ടർ, മിനറൽസ്, പെട്രോളിയം എക്സെട്ര. അതായത് ഇന്നത്തെ ഈ ഒരു സമൂഹം വളരെയധികം അളവിൽ ഈ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം? നമുക്കത് പ്രകൃതിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. വരും തലമുറകൾക്ക് അത് ഉപയോഗിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വ്യാവസായിക സമൂഹം ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നം, ഉപഭോക്തൃ സമൂഹം ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നം. Non-renewable resources such as minerals and oil are those which will be exhausted in the future if you continue to extract this without a thought of സബ്സീക്വൻറ്റ് ജനറേഷൻ. എന്താണ് നൺ റീന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്? അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ വിഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പെട്രോളിയം, അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ല, തീർന്നു പോയി കഴിഞ്ഞാൽ. എന്നാൽ സൺലൈറ്റ് ഉണ്ടാക്കാം, അത് നമ്മൾ റിന്യൂവബിൾ എന്ന് പറയും. പെട്രോളിയം പോലെ ഉണ്ടാക്കാൻ കഴിയാത്തതിന് നൺ റിന്യൂവബിൾ എന്ന് പറയും. അപ്പോൾ അതെന്തായാലും ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ അത് ഭൂമിയിൽ ഉണ്ടാവത്തുള്ളൂ. അത് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് തീർന്നു പോകും. അപ്പോൾ ബാക്കിയുള്ള അടുത്ത ജനറേഷൻ എന്ത് ചെയ്യും? അവർക്ക് അത് ഉണ്ടാവുകയില്ല. അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ റീന്യൂവബിൾ റിസോഴ്സസ്, അതായത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ചില ഇതുണ്ട്. അതിപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മരം, അല്ലേ, നമുക്ക് വീണ്ടും വെച്ച് പിടിപ്പിക്കാം. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. സച്ച് എസ് ടിമ്പർ ആൻഡ് വാട്ടർ, വെള്ളം അങ്ങനെ തന്നെയാണ്. ആർ ദോസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാം. ബട്ട് ക്യാൻ ബി റീജനറേറ്റഡ് ബൈ നാച്ചുറൽ പ്രോസസ് സച്ച് എസ് റീഗ്രോത്ത് ഓർ റെയിൻഫോൾ. മരം നമുക്ക് വീണ്ടും റീഗ്രോത്ത് ചെയ്യാം, ഉണ്ടാക്കാം. അതുപോലെ മഴയിലൂടെ എന്ത് ചെയ്യും? വെള്ളം ഉണ്ടാവും. ബട്ട് ദീസ് ടു വിൽ ബി ഡിപ്ലീറ്റഡ് ഇഫ് യു കണ്ടിന്യൂ ടു യൂസ് ദം ഫാസ്റ്റർ ദൻ നാച്ചർ ക്യാൻ റീപ്ലേസ് ദം. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ പ്രകൃതിക്ക് ഒരു മരം വളരാൻ ഒരു സമയമുണ്ട്, അതുപോലെ തന്നെ ഒരു മഴ പെയ്തിട്ട് വെള്ളം നിറയാൻ ഒരു സമയമുണ്ട്. അതിനും ഫാസ്റ്റായിട്ട് നമ്മളിതങ്ങോട്ട് ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ ഇതിനും ക്ഷാമം വരും, അതും നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ അതും നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, if the removal of a timber and firewood from a forest is faster than the regrowth and regeneration of trees, it cannot replenish the supply. ഇപ്പോൾ ഒരു മരം വളർന്നിട്ട് ഒരു കാടും അതൊക്കെ ആയിട്ട് വരുന്ന ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അതൊക്കെ അങ്ങോട്ട് വെട്ടി ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. അത് വീണ്ടും അതുപോലെ എന്ത് ചെയ്യില്ല, നമുക്ക് ലഭിക്കുകയില്ല. അതാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. But affect our water resources because as intact natural forest acts like a sponge which hold water and release it slowly. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറയല്ലേ മരം ഇല്ലാതായാലും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പോഞ്ച് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അത് വെള്ളത്തിനെ പിടിച്ചു വെച്ചിട്ട് റിലീസ് ചെയ്യും. ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ ലീഡ്സ് ടു ഫ്ലഡ്സ് ഇൻ ദ മൺസൂൺ ആൻഡ് ഡ്രൈ റിവേഴ്സ് ഓൺ ദ റെയിൻസ് ആർ ഓവർ. ഈ മരം നമ്മൾ നശിപ്പിക്കേണ്ടാവുന്ന ഒന്നാമത്തെ പ്രശ്നം, മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് വരണ്ടുണങ്ങിയ പുഴകളാണ് ഉണ്ടാവുക. സച്ച് മൾട്ടിപ്പിൾ എഫക്ട്സ് ഓൺ ദ എൻവയോൺമെൻറ്റ് റിസൾട്ടിംഗ് ഫ്രം റൂട്ടീൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മസ്റ്റ് ബി അപ്രീഷിയേറ്റഡ് ബൈ ഈച്ച് വൺ ഓഫ് അസ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് അസ് വിത്ത് റിസോഴ്സസ് വി നീഡ് ഇൻ ദ ലോങ് ടേം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ തരത്തിൽ വരുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് വരുന്ന മനുഷ്യൻ്റെ ആക്ടിവിറ്റീസിൽ നിന്ന് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വളരെ കാലത്തേക്ക് ഈ വിഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അവർ നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് എ മണി ഇൻ ബാങ്ക്. നമ്മുടെ ഈ പ്രകൃതി വിഭവങ്ങൾ എങ്ങനെയാണ്? നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാം? പ്രകൃതി വിഭവങ്ങളെ ഒരു ബാങ്കിലെ പൈസയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം.
ഇഫ് യു യൂസ് ഇറ്റ് റാപ്പിഡ്ലി ദ ക്യാപിറ്റൽ വിൽ ബി റെഡ്യൂസ്ഡ് ബൈ 0. നമ്മൾ പൈസ ഒരേ സ്പീഡിൽ അങ്ങോട്ട് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും, ഈ ബാങ്കിലെ പൈസ മുഴുവൻ തീർന്നു പോകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സസ് വല്ലാതെ എക്സോസ്റ്റഡ് ആയിട്ട് അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞ കോട്ടൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, മനുഷ്യൻ്റെ ആർത്തിക്ക് ഉള്ളത് ഇവിടെ ഇല്ല, ആവശ്യത്തിനുള്ള ഇവിടെ ഉണ്ട് എന്നുള്ളതല്ലേ. അതുപോലെ നമ്മൾ അനാവശ്യമായിട്ട് ഇതിനൊക്കെ അങ്ങോട്ട് നാച്ചുറൽ റിസോഴ്സിനെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോകും. അപ്പോൾ അതാണ് ബാങ്കിലെ ഇതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ട് പറയുന്നത്. If you use only with interest, it can sustain us over long term. This is called sustainable utilization or development. അപ്പം നമ്മളത് താല്പര്യത്തോടെ ശ്രദ്ധയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മലയാളത്തിൽ, സുസ്ഥിര വികസനം എന്നുള്ള വേർഡ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ട്, ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, ഒന്ന് ചുരുക്കിയിട്ട് പറയാം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം എന്തെങ്കിലും എടുത്തിട്ട് അത് പ്രകൃതിയിൽ നിന്ന് എവിടുന്ന് വരുന്നു എന്ന് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പിന്നിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളാണോ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണോ എന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇതാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മേക്കിംഗ് ourselves more aware of environmental assets and problem is not enough. ഈ പ്രകൃതിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇല്ല, ഒരിക്കലും നമ്മൾ അതുകൊണ്ട് മാത്രം ഒരിക്കലും പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇപ്പോൾ നമ്മൾ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് കുറേ എസ് എഴുതിയത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ പരിസ്ഥിതി മലിനീകരണം ഇല്ലാതാവുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അത് പ്രാക്ടിക്കൽ ആവണം. each one of us must become increasingly concerned about our environmental and change the way in which we use every resources. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് ബോധവാന്മാരായിരിക്കണം. അൺസസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ക്യാൻ റിസൾട്ട് ഫ്രം ഓവർ യൂസ് ഓഫ് റിസോഴ്സസ്. അതായത് സുസ്ഥിരമല്ലാത്ത വികസനം ഉപയോഗം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഭാവി തലമുറകൾക്ക് കൂടി ഉപയോഗം ഇല്ലാത്ത ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ റിസോഴ്സസിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടാണ്. എപ്പോഴാണ് ഈ അമിതമായ ഉപയോഗം വരുന്നത്? ഒന്ന്, ജനസംഖ്യാ വർധനവ്. രണ്ടെന്ന് പറയുന്നത് ബിക്കോസ് മെനി ഓഫ് us യൂസിങ് മോർ റിസോഴ്സസ് ദാൻ വി നീഡ്. നമുക്ക് ആവശ്യമുള്ള കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്. മോസ്റ്റ് ഓഫ് us indulge in wasteful behavior patterns without ever thinking about their environmental impact. നമ്മളെ എപ്പോഴും അത് വേസ്റ്റാക്കുന്ന രീതിയിലുള്ള സ്വഭാവ രീതികളാണ് നമ്മളെ പിന്തുടരുന്നത്. അതിന് പരിസ്ഥിതിയിലുള്ള ഇമ്പാക്റ്റ് ഫലം എന്താണ് എന്ന് ചിന്തിക്കാതെ. Thus for all our action to be environmentally positive, we need to look from a new perspective at how we use resources. So നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരിക്കണം? പ്രകൃതിയായിട്ട് പോസിറ്റീവായിരിക്കണം. അപ്പം നമുക്കൊരു പുതിയൊരു വീക്ഷണം വേണം എങ്ങനെയാണ് നമ്മൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച്. ഫോർ എവറി റിസോഴ്സസ് വി യൂസ് വി മസ്റ്റ് ആസ്ക് ourselves the following questions. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ റിസോഴ്സസിനെ കുറിച്ചിട്ടും നമ്മൾ സ്വയം താഴെ പറയുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആ ഒരു പ്രകൃതി സംരക്ഷണം എന്ന രീതിയിലേക്ക് നമ്മുടെ തലം ഉയരുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ദ റേറിറ്റി ഓഫ് ദ റിസോഴ്സസ് ആൻഡ് വേർ ഡസ് ഇറ്റ് ഒറിജിനേറ്റ്? എന്താണ് അതിൻ്റെ ക്ഷാമം എന്ന് പറയുന്നത്? അത് എവിടെ നിന്ന് തുടങ്ങുന്നു? ഹൂ യൂസസ് ഇറ്റ് മോസ്റ്റ് ഇൻറ്റൻസീവ്ലി ആൻഡ് ഹൗ? ആരാണ് ഇത് അമിതമായിട്ട് ഉപയോഗിക്കുന്നത്, എങ്ങനെ? ഹൗ ഇറ്റ് ബീയിങ് ഓവർ യൂസ്ഡ് ഓർ മിസ്യൂസ്ഡ്? അത് എങ്ങനെയാണ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നത്? Who is responsible for its improper use? The resources collector, the middleman and end user. ഈ നമ്മളൊരു ശൃംഖലയായിട്ടാണല്ലോ ഉപയോഗിക്കുക. ആദ്യം പ്രകൃതിയിൽ നിന്ന് ഒരാളെടുക്കും, പിന്നെ അത് മധ്യസ്ഥനായ ഒരാൾ, പിന്നെ നമുക്ക് അവസാനം ഉപയോഗിക്കുന്നത് നമ്മളിലേക്ക് എത്തും. ഇതിലാരാണ് ഇതിൻ്റെ ഒരു തെറ്റായ ഉപയോഗത്തിന് കാരണക്കാരൻ? How can we help to conserve it and prevent it unsustainable use? നമുക്കിത് സംരക്ഷിക്കാനും ഇതിൻ്റെ സുസ്ഥിരമല്ലാത്ത വികസനം നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പിന്നെ അടുത്ത ആക്ടിവിറ്റി, ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ എബോവ് ഫോർ വൺ ഓഫ് ദ കമ്പണന്റ് ഇൻ ദ ആർട്ടിക്കിൾ യു ചൂസ് ഇൻ ആക്ടിവിറ്റി. ദെൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ആർ യു യൂസിങ് ദ റിസോഴ്സസ് അൺസസ്റ്റൈനബിൾ? ഇപ്പം നിങ്ങളോട് മുകളിലുള്ള ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞതിന് ശേഷം നിങ്ങളോട് ഇതിൻ്റെ ചോദിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ റിസോഴ്സസ് സുസ്ഥിരമായിട്ടാണോ അല്ലെങ്കിൽ അല്ലാതെയാണോ ഉപയോഗിക്കുന്നത്? അതായത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു വസ്തു ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പറഞ്ഞ കാര്യത്തിൽ ഈ മുകളിലിട്ട ക്വസ്റ്റ്യന് ആൻസർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ താഴെ പറയുന്ന ചോദ്യങ്ങൾ
അതിനും കൂടിയിട്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അടുത്തത്, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങളത് ഉപയോഗിക്കുന്നത് സുസ്ഥിരമായിട്ടാണോ എന്നതാണ്. അതിനുശേഷമാണ് ഈസ് ദ വാട്ട് വേസ് കുഡ് യു റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ ദ റിസോഴ്സസ്. ആ ഒരു വിഭവത്തിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എങ്ങനെ കുറക്കാം, അല്ലെങ്കിൽ വീണ്ടും അതിനെ എങ്ങനെ റിയൂസ് ചെയ്യാം. നമുക്ക് റിയൂസ് ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങളില്ലേ, ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ റിയൂസ് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് റിയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ രീതി അവലംബിക്കാം. Is there an unequal distribution of these resources so that you are more fortunate than many others who have less access to it? അത് ഇതിൽ അതായത് ഒരു തുല്യതയില്ലാത്ത വിതരണമാണോ, അതായത് കുറച്ച് ആൾക്കാർക്ക് ആ വിഭവങ്ങൾ വളരെ നന്നായിട്ട് ലഭിക്കുന്നു, ചിലവർക്കത് ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് വളരെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടോ, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ അത് ലഭിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ വെള്ളം, നമുക്കൊക്കെ നന്നായിട്ട് വെള്ളം അങ്ങനെ വലിയ ക്ഷാമം ഇല്ലാത്ത സ്ഥലത്താണ്, എന്നാൽ രാജസ്ഥാനിലൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ ഉള്ളതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. വൺസ് വി ബിഗാൻ ടു ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ് ഓഫ് അവർ സെൽഫ്, വി വിൽ ബിഗിൻ ടു ലീവ് ലൈഫ് സ്റ്റൈൽ ദാറ്റ് ആർ മോർ സസ്റ്റൈനബിൾ ആൻഡ് വിൽ സപ്പോർട്ട് അവർ എൻവയോൺമെൻറ്റൽ. ഇങ്ങനെയൊക്കെ നമ്മൾ സ്വയം ചോദിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സുസ്ഥിരമായി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പഠിക്കുന്നത്. ഇമ്പോർട്ടൻസ്, എൻവയോൺമെൻറ്റ് ഈസ് നോട്ട് എ സിംഗിൾ സബ്ജക്റ്റ്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ സബ്ജക്റ്റ് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഉൾക്കൊണ്ട സബ്ജക്റ്റാണ്. ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രേഷൻ ഓഫ് സെവറൽ സബ്ജക്ട് ദാറ്റ് ഇൻക്ലൂഡ് സയൻസ് ആൻഡ് സോഷ്യൽ സ്റ്റഡീസ്. അതിൽ സയൻസ് ഉണ്ട്, സോഷ്യൽ സ്റ്റഡീസ് എല്ലാം കൂടിയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. To understand all of these different aspects of our environment, we need to understand biology, chemistry, physics, geography, റിസോഴ്സ് മാനേജ്മെൻറ്റ്, എക്കണോമിക്സ് ആൻഡ് പോപ്പുലേഷൻ ഇഷ്യൂ. നമ്മൾ ഇതൊക്കെ പഠിക്കണം, ബയോളജി പഠിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കണം. ജനസംഖ്യാ വർധനവ് പഠിക്കണം, കാരണം അത് പ്രകൃതിയെ ബാധിക്കും. Thus, the scope of environmental studies is extremely wide and covers some aspects of nearly every major discipline. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ സാധ്യത എല്ലാ മേഖലകളിലുമായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കും.